എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു കൈതത്തോട്ടത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമ്മുടെ വിഷയം ഇന്ന് കൈതത്തോട്ടം എന്നല്ല, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കളിമൺ പാത്ര നിർമ്മാണം യൂണിറ്റ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ വെച്ചാൽ ഞങ്ങളെ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ തന്നെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വെച്ചാൽ മണ്ണ് അരയ്ക്കുന്ന പ്രൊസീജിയറാണ്. അതായത് രണ്ട് തരം മണ്ണാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അത് ആദ്യം ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ട് തരം മണ്ണ് പുറമേ നിന്ന് കൊന്ന് അടിച്ചു വെച്ചിട്ട് പുറത്തു നിന്നാണ് മേടിക്കുന്നതെന്ന് പറഞ്ഞത്. ആദ്യം എന്നിട്ട് എന്താ വെച്ചാൽ ഒരു ബൗൾ രൂപത്തിലാക്കും. ആ ബൗൾ എന്നിട്ട് എന്ത് ചെയ്യും, അതിവിടെ കൊന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഇവർ ഈ മെഷീന് ഈ അരയ്ക്കുന്ന മെഷീൻ വന്നിട്ട് നമ്മുടെ എന്താ പറയുക ഡീസൽ മോട്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ഡീസൽ മോട്ടറിലൊരു ബെൽറ്റ് കൊടുത്തിട്ട് അങ്ങനെയാണ് ഈ അരയ്ക്കുന്ന മെഷീൻ റൺ ചെയ്യുന്നത്. അതിൽ വന്നിട്ട് രണ്ട് റോളറാണ് കൊടുത്തിരിക്കുന്നത്. ഈ മെഷീൻ്റെ ഉള്ളിലായിട്ട് രണ്ട് റോളറാണ് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് വന്നിട്ടാണ് നമ്മൾ ഈ മണ്ണിട്ടതിന് ശേഷം ആ റോളർ കറങ്ങുന്നുണ്ടാവും. അത് കറങ്ങുന്നതിൻ്റെ ഇടയിലേക്ക് മണ്ണ് വീഴുന്നു. അത് അങ്ങനെ അരയുന്നു. അത് നേരെ വന്നിട്ട് നേരെ അടിയിലേക്ക് വന്നു ചാടും. അത് അതായത് ഒരു 3-4 ആൾക്കാർ കൂടിയിട്ടാണ് ഇതിൻ്റെ ഈ അരയ്ക്കുന്ന പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് രണ്ടാൾക്കാർ മണ്ണ് കൊന്നിരുന്നു, ഒരാൾ ആ മണ്ണിനെ വന്നിട്ട് പ്രസ് ചെയ്ത് വിടുന്നു, ഒരു കമ്പ് ഉപയോഗിച്ച് പ്രസ് ചെയ്ത് വിടുന്നു. അത് പിന്നെ അടിയിൽ കൂടെ വരുന്ന മണ്ണ് മാറ്റി വേറെ ഒരു ബോളാക്കിയിട്ട് വേറെ ഭാഗത്തേക്ക് മാറ്റും. അങ്ങനെ ഒരു 3-4 ആൾക്കാർ കൂടിയിട്ടാണ് ഈ അരയ്ക്കുന്ന പ്രൊസീജിയർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ വെച്ചാൽ നമ്മൾ മണ്ണ് ചവിട്ടി കൂട്ടണം. ഇത് മണ്ണ് അവിടെ കൊന്നു വെച്ചു, പിന്നെ അതുപോലെ മണ്ണ് അത് അരിച്ചെടുത്തു. അതിന് ശേഷം ആ രണ്ട് മണ്ണും കൂടിയിട്ട് ഇവിടെ കാലമായിട്ട് ചവിട്ടി കൂട്ടാനാണ് പോകുന്നത്. അത് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ഇപ്പം ഉള്ളത് ഇവിടുത്തെ മെയിൻ ഒരാളാണ്, രാഹുലാണ് നമ്മുടെ ഇപ്പം ഉള്ളത്. രാഹുലെ തുടങ്ങല്ലേ? ഇതിപ്പോൾ എന്താ രാഹുലെ കട്ട് ചെയ്യത്? ഇത് നിങ്ങൾ കമ്പ്യൂട്ടർ വരിക്കാൻ തന്നെ കട്ടൊന്നായിട്ടില്ല, പക്ഷെ എന്താ പറയാ, ഈ ഇതിന്റെ ചൂട് കൊണ്ടിട്ടേ വല്ലാണ്ട് കട്ടേ. ഇത് ഇത്തിരി അതാണെങ്കിൽ ഇത്തിരി ലൂസാണെങ്കിൽ നമുക്ക് പിച്ചെടുക്കുക. ഇപ്പൊ പിച്ചെടുക്കുക പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അപ്പൊ അതായിട്ട് കമ്പ്യൂട്ടർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കിട്ടുമല്ലോ. പിന്നെ ഇത് ചവിട്ടി പിന്നെ ഒന്ന് ലൂസാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചവിട്ടണത്. ഇത് രണ്ടും സെപ്പറേറ്റ് മണ്ണാണോ? ഇത് എല്ലാം ഒന്ന് തന്നെ. അതിപ്പോ എന്താ പറയാ, നമ്മളൊരു ഇത് അതേപോലെ വെവ്വേറെ ആയിട്ട് കൂട്ടത്തിൽ വെക്കും, ഒരുമിച്ച്. അതായത് ഒരുമിച്ചിടും. ഒരുമിച്ചിട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള മണ്ണ് ഇവിടെ കൂട്ടിയിട്ട് ഉണ്ടാക്കുക ചെയ്യാം. അതിന് തീരുമ്പോ അതിന് എടുത്തിട്ട് വീണ്ടും എടുത്തിട്ട് ചവിട്ടും. അതങ്ങനെ സ്റ്റോക്ക് ആയിട്ടുള്ള മണ്ണത്. അപ്പോ എന്താ പറയാ, ഇത് ചെയ്യാൻ എടുത്തില്ല. അവിടെ കുറച്ച് ബാക്കിയപ്പോ വേറെ എടുത്തിട്ട് ഇത് ചവിട്ടി വെച്ച മണ്ണല്ലേ? അതെ. അപ്പൊ ഇത് എന്താ പറയാ, കുറച്ച് തന്നെ ഇതിൽ വെള്ളം ഹാർഡാവില്ലേ? അതെ ഹാർഡാവും. അത് എന്താ പറയാ, നമ്മള് ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഹാർഡാവും. പിന്നെ അതിലേക്ക് എടുക്കുമ്പോ എന്താ ഈ വെള്ളം വേറെ ഒഴിക്കോ അതോ ഇതിൽ ഈ മണ്ണിൽ? ഇതിപ്പോ ഓൾറെഡി എന്താ പറയാ ഒരു മീഡിയം ഹാർഡായിട്ട് നിൽക്കുന്നത്. എന്നാലും നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിങ്ങനെ തുറന്നിട്ട് പോയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എന്താ പറയാ കൂടുതൽ ഹാർഡാവും. അപ്പൊ നമുക്കത് ചെയ്യാനുള്ള ഒരു ലെവലിൽ എന്താ പറയാ ഇങ്ങനത്തെ ഒരു ഷീറ്റ് മൂടുക. അപ്പൊ ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ എന്താ പറയാ വല്ലാണ്ട് അതായതല്ല ഈർപ്പായിലുണ്ടാവും. അപ്പൊ സിമ്പിളായിട്ട് അപ്പൊ നമ്മള് ചവിട്ടാനുള്ള പരിപാടി നോക്കുന്നു. അതെ, നമുക്ക്
മണ്ണ് അവിടെ കൂട്ടിയിരിക്കുന്നത് കണ്ടു. അതേമാതിരി മണ്ണ് നമ്മുടെ റോളറിൽ മെഷീനിൽ ഇട്ടിട്ട് അരച്ചിട്ട് മാറ്റുന്നത് കണ്ടു. ആ മണ്ണിന് നമ്മൾ ഒരു ഉരുളാക്കിയിട്ട് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകണമെന്ന് പറഞ്ഞു വെച്ചാൽ ചട്ടി ഉണ്ടാക്കണമെന്നാണ്. പൊന്നിയേട്ടൻ ഇവിടെ നിന്ന് ചട്ടി ഉണ്ടാക്കുന്നുണ്ട്, അതാണ് കാണുന്നത്. ഒന്ന് പിന്നെ ആളൂര് പാടത്തുന്നു. ആളൂര് പാടാൻ പിന്നെ ഈ പുഴക്കില് പാടൊക്കെ അപ്പൊ അവിടെ പോയി മണ്ണ് എടുക്കണേന് വേറെ പൈസ പിന്നെ പേപ്പർ ശരിയാക്കണം കലക്ടറുടെ അടുത്തുനിന്ന്. അല്ല പിന്നെ പഞ്ചായത്തിലേക്ക് പോകണം, വില്ലേജിലേക്ക് പോകണം, അവരുടെ പാസൊക്കെ കിട്ടണം. അത് അടുത്ത കാലത്തേക്ക് ഇപ്പൊ ശരിയാക്കി നമ്മുടെ സാധാ പാടത്ത് നിൽക്കണം. അത് എടുക്കാൻ പറഞ്ഞ ആൾക്കാരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ലേ. അത് തന്നെ സാധാ പാടത്തൊന്നും കളിമണ്ണ് ഉണ്ടാവില്ലേ, ജലമ പാടത്ത്. നമ്മളെ ഈ പാടത്തൊന്നും ഉണ്ടാവില്ല. ഈ ഇപ്പൊ പറഞ്ഞ മാതിരി എന്താ പറയാ കേച്ചേരി പുഴയ്ക്ക് പാടം അവിടെ പിന്നെ ഗുരുവായൂര് അടുത്തൊക്കെ പാടങ്ങളില്ല, അവിടെ ഉണ്ട്. പിന്നെ വോട്ട് കമ്പനിയിൽ കട്ടമണ്ണ് കൊണ്ടുവരും. പിന്നെ നമ്മളെ ഇവിടുത്തെ ഭാരതപ്പുഴ പിന്നെ ബാംഗ്ലൂർ മണ്ണ് കിട്ടുമെങ്കിൽ അതടിക്കും. അതങ്ങനെ വണ്ടിയിൽ അത് പിന്നെ അവരവിടുന്ന് അത് ലോഡിന് 50,000 റുപ്യ ഒക്കെ വരും. വലിയ ലോറി ടോറസ്. ഇവിടെ ഇവിടുന്ന് എടുക്കണോ പാടത്തുനിന്ന്? ഇവിടുന്ന് എടുക്കുമ്പോൾ ഒരു 20,000 റുപ്യ വരും ചെറിയ വണ്ടി. അത് പഞ്ചായത്തിൽ നിന്ന് പേപ്പറും കാര്യം. അപ്പൊ അവിടെ എന്തെങ്കിലും പൈസ ഇതാക്കേണ്ടി വരും? കൊടുക്കൊന്നും വേണ്ട, അവിടെ അവര് ചെയ്തടിച്ച് തരും. ശരി, പേപ്പർ മാത്രം ക്ലിയർ ആക്കി തരണം. ഒരു പെർമിഷൻ എടുക്കുക. ആ സ്ഥലത്തിന്റെ ഉടമയ്ക്ക് പൈസ കൊടുക്കണം. ഇവരിവിടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഭാഷയിലാണ്. ഇതിന് പ്രത്യേകിച്ച് എഴുത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല അല്ലേ? നിങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ഭാഷയിലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവല. ഇതാണ് ഞങ്ങൾ പല വീഡിയോയിലും നിങ്ങളുടെ അടുത്ത് നമ്മൾ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതാണിപ്പോൾ മൂപ്പര് പറഞ്ഞു പോയത്. ചേട്ടാ, അപ്പോൾ നമ്മൾ എന്താണ് പറയുക, അവിടെ കലവും കാര്യങ്ങളും അതുപോലെ ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ മണ്ണുകൊണ്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേജ് പറഞ്ഞാൽ എന്താ? അടുത്ത സ്റ്റേജ് ചൂളയിൽ അടക്കും. ഉണങ്ങി കഴിഞ്ഞ് ചൂളയിൽ അടക്കി പിന്നെ 2-3-4 ദിവസം കുഴക്കും. ഈർച്ചപ്പൊടി ഇട്ടിട്ട് കുഴക്കും വിറകും കൂടിയിട്ട്. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞാൽ കത്തിക്കും. എന്നിട്ട് ചൂടായിട്ട് ചൂട് കൂട്ടിയിട്ട് പിന്നെ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ സ്പീഡിൽ കത്തിച്ച് പോകും. അതൊരു 3-4 മണിക്കൂർ കത്തിക്കണം. അപ്പോൾ ഈ ചൂള എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ സെറ്റപ്പ്? അത് നമ്മൾ ഈ ചൂള കെട്ടുന്ന ആൾക്കാരുണ്ട്, അവനെ വിളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ തീ ഇങ്ങനെ മോടിക്ക് വരുന്നതും പിന്നെ ചട്ടി അടക്കമുള്ള സ്പേസ് അതൊക്കെ അവർക്ക് അറിയാം. അത് അപ്പോൾ ഇത് ചൂളക്കുള്ള ഇത് എന്തായിട്ട് ഉണ്ടാക്കിയാണ്? ഇഷ്ടികയാണ്. ഇഷ്ടികയും പിന്നെ പുറ്റിമണ്ണ് ഇതൊക്കെ വേണം. സിമന്റ് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ചാണകം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് 2-3 സാധനങ്ങൾ വെച്ച് മിക്സ് ചെയ്തിട്ട് വേറെ അങ്ങനെയാണ് അത്. എന്നാലും അത് അല്ലെങ്കിൽ തീ ഇപ്പോൾ പൊട്ടും. ചൂടൊക്കെ ഈ തീ വേവ് അങ്ങോട്ട് കഴിഞ്ഞ് തൊളകളൊക്കെ ഉണ്ടായില്ലേ, ആ തൊളകളൊക്കെ ഞങ്ങൾ മൂടും. ഈ ഒരു വേവ് വരുമ്പോൾ അറിയാത്. വേവ് വരുന്നതിനനുസരിച്ചാണ് തൊളകളൊക്കെ മൂടി കഴിഞ്ഞാൽ പിന്നെ ഇത് അയറിൽ നിൽക്കുക. അപ്പൊ അത് പൊട്ടാണ്ടിരിക്കണേ, അതിനാണ് ഈ ചാണകം ഇതൊക്കെ കൂട്ടിയിട്ട്. സിമെന്റ് ആകുമ്പോ ചൂട് സിമെന്റ് പൊട്ടിപ്പോകും.
ഇതിപ്പോൾ എത്ര നേരം വെക്കും ഇങ്ങനെ? ഇതിപ്പോൾ ഞാനൊരു 2 മണിക്ക് സ്പീഡ് കൂട്ടിയതാ കത്തിക്കല്. പിന്നെ 4ാമ പുക ഇട്ടിട്ട് ഇതാക്കിയതാണ്. അതിനൊരു 2-3 മണിക്കൂർ കൂടി നിന്നാൽ ഇതിൽ ചൂളയിൽ ഏകദേശം എത്ര ചട്ടി കയറും? ഇതിലൊരു 350-360 360 ചട്ടി കയറും. അപ്പോൾ അത് അടിയിലേക്ക് എത്ര ആഴ്ച ഉണ്ടാവും? അടി നമ്മളിവിടെ ഇപ്പോൾ നിലദാനില്ലേ, അത് തന്നെ നമ്മുടെ ഈ ദാനം തന്നെ അടി. ഇതാണ് ഒരു 6 അടി ഉണ്ടാവില്ലേ? 5 അടി. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ ചൂളടുപ്പ് പറഞ്ഞ സ്ഥലം. ഇതിൻ്റെ അടിയിലാണ് ചട്ടികൾ വെച്ചിട്ടുണ്ടാവുക. ആ ചട്ടികളിൽ ചെറിയ ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലാണ് വിറകും കാര്യങ്ങളും അതുപോലെ ചകിരി അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ടിട്ടാണ് കത്തിക്കുന്നത്. അപ്പോൾ എന്തുണ്ടാവും, അടിയിൽ കത്തണ ആ തീ വന്നിട്ട് മുകളിൽ വന്നിട്ട് ഈ ചെടിച്ചട്ടീനെ ഉണക്കുക, അതാണ് ചെയ്യുക. അപ്പോൾ ശരിക്കും എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിലത്തെ തീ എങ്ങോട്ടും പുറത്തേക്ക് എങ്ങോട്ടും പോലും അതിൻ്റെ ചൂട്. അപ്പോൾ ഫുള്ള് ടോപ്പടക്കം കവർ ചെയ്തിട്ടാണ് വൈക്കോലും കാര്യങ്ങളും മണ്ണൊക്കെ ഇട്ടിട്ട് ഫുള്ള് കവറാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ നിൽക്കുന്നത് പറഞ്ഞിട്ട് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ചെറിയൊരു ഔട്ട്ലെറ്റുമായൊരു സംഭവം ഉണ്ട് ഇവിടെ. അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കുറേ നിത്യോപയോഗ സാധനങ്ങൾ, അതുപോലെ മണ്ണിൽ നിർമ്മിച്ച കുറേ കരകൗശല വസ്തുക്കൾ, അങ്ങനെ കുറേ നിരവധി സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ നേരത്തെ ചെടിച്ചട്ടിയാണ് കണ്ടത്. കഴിച്ചിട്ട് ഇവിടെ ചെടിച്ചട്ടി മാത്രമല്ല ഉണ്ടാക്കുന്നത്, കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. കിണ്ടി, അതുപോലെ എന്താ പറയുക പിട്ടിൻ്റെ കുട, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്താണ് പറയുക, അപ്പം ഉണ്ടാക്കുന്ന ചട്ടി, ചീൻചട്ടി, അങ്ങനെ നിരവധി വെറൈറ്റി ചട്ടികൾ, പൂച്ചട്ടികൾ, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് ഇവിടെ ഉണ്ടാക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ അത് ബാംഗ്ലൂരിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണെന്നാണ് പറഞ്ഞത്. മറ്റേ മൺപാത്രം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഞാനൊരു 2 ചട്ടി മേടിച്ചു. അതായത് ഒന്ന് മീൻകറി വെക്കണ ചട്ടി, ഒന്ന് അപ്പം ഉണ്ടാക്കുന്ന ചട്ടി. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം പറഞ്ഞാൽ ഗുരുവായൂർ പാലക്കാട് റോഡിൽ ഒരു ഡൈവേർഷൻ വരും. അത് വന്നിട്ട് ചെറുതുരുത്തിക്ക് പോണ വഴിയിലാണ്. ആ ചെറുതുരുത്തിക്ക് പോണ വഴിയിൽ എഴുമങ്ങാട് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ പൊന്നേട്ടൻ്റെ കട എന്ന് പറഞ്ഞു വെച്ചാൽ. ഇവിടെയുള്ള എല്ലാവരും ആര് വേണമെങ്കിലും കാണിച്ചു തരും. അപ്പോൾ പൊന്നേട്ടൻ്റെ കടയിൽ വന്നിട്ട് ഫുഡ് ആൻഡ് ട്രാവൽ ഹബിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടുന്ന് ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും കാണും വരേക്കും ബൈ.